ഒരിക്കൽ കൂടി വർഷങ്ങളോളം പഠിപ്പിച്ച വിദ്യാലയത്തിൽ അധ്യാപകർ ഒത്തുചേർന്നു. കളമശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് വർഷങ്ങൾക്കു ശേഷം ഒരിക്കൽ കൂടി എന്ന പേരിൽ അധ്യാപകരും അനധ്യാപകരും ഒത്തുചേർന്നത്. സംഗമം മുൻ കൗൺസിലറും SMC ചെയർമാനുമായ ATC കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്തു. ഒരിക്കൽ കൂടി എന്നൊരു പ്രോഗ്രാം, കാരണം അത് ഇന്ന് അധ്യാപകരുടെ ഒരിക്കൽ കൂടി എന്നൊരു പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുകയുണ്ടായത്. അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഈ വിദ്യാർത്ഥിയായി എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഈ വിദ്യാർത്ഥികളുടെ സംഗമങ്ങളാണ് എല്ലാ കാലഘട്ടത്തിലും നടന്നു പോന്നുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലെല്ലാം നമ്മൾ അധ്യാപകരെ ക്ഷണിച്ച് വരുത്താറുണ്ട്. ഇന്ന് ഇവിടെ നിന്നും വിരമിച്ചു പോയ അധ്യാപകരെല്ലാവരും ഒരിക്കൽ കൂടി ഈ വിദ്യാലയത്തിൽ വന്നിട്ട് അവരുടെ ഒരു ഒരുമ ഇന്നിവിടെ നടക്കുകയുണ്ട്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ഇനിയും ഈ അധ്യാപകരുടെ കൂട്ടായ്മ എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള മുൻകാല വിദ്യാർത്ഥികൾക്ക് ഒരു വലിയൊരു അനുഭവമാണ്. കാരണം ഇന്നത്തെ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ പഴയ അധ്യാപകരെ കാണുകയും ആ സന്തോഷം പങ്കിടുകയും ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെയധികം സന്തോഷം നിറഞ്ഞ കാര്യമാണ് എന്ന് തോന്നുന്നു. ഒരിക്കൽ കൂടി അവർക്കെല്ലാവർക്കും എൻ്റെ പേര് TA കുമാരൻ. ഞാൻ ഈ കളമശ്ശേരി ഗവൺമെൻറ് സ്കൂളിൽ 30 വർഷത്തോളമായിട്ട് ചിത്രകല അധ്യാപകരായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഈ സ്കൂളിൽ ആദ്യകാലത്ത് ഞാൻ വരുന്ന സമയത്ത് 3000-ഓളം കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളായിരുന്നു. ഷിഫ്റ്റിലായിരുന്നു കാര്യങ്ങൾ മാറിക്കൊണ്ടിരുന്നത്. അന്ന് 150-ൽ പരം അധ്യാപകരാണ് ഈ സ്കൂളിൽ ചരിത്രത്തിലേക്ക് മാറിയിട്ടുള്ള ഈ സ്കൂള്. 150-ൽ പരം അധ്യാപകർ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഇന്ന് ഈ സമയം വരെയുള്ള അധ്യാപകരെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടും ഇന്ന് നിലവിലുള്ള ഈ സ്കൂളിലുള്ള ജീവനക്കാരും അധ്യാപകരും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കളമശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഒരു സംഘം ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം ഇന്നിപ്പോൾ പെട്ടെന്ന് ഒരു സംഗതി ആയതുകൊണ്ട് പലർക്കും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും വളരെ സ്നേഹവും അവരുടെ സൗഹൃദവും എല്ലാം പങ്കിടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ അവസരത്തിൽ ഉണ്ടായിട്ടുള്ളത്. കളമശ്ശേരി സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ അധ്യാപകരെ പങ്കെടുപ്പിച്ചുള്ള സംഗമം നടത്തുന്നത്. അതിന് പിന്നിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളുണ്ട്. എല്ലാവരും കൂടി ഒരു സഹകരണത്തിലാണ് നമ്മൾ ഈ അധ്യാപക ജീവനക്കാരുടെ സംഘം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തുടർന്നും അത് നല്ല രീതിയിൽ ഒരു ഓർഗനൈസേഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് എല്ലാ മേഖലകളിലേക്കും ഇത് വ്യാപിപ്പിക്കാനും അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന സഹായങ്ങൾ പാവപ്പെട്ടവർക്കാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിലുള്ള മറ്റ് പാവപ്പെട്ട കുട്ടികൾക്കാണെങ്കിലും സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടും നമ്മളെ ഈ റിട്ടയർ ചെയ്ത അധ്യാപകരും ഈ നിലവിലുള്ള അധ്യാപകരും ചേർന്ന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നാൽ അത് ആലോചിച്ചിട്ട് ഭാവിയിൽ അത്തരത്തിലുള്ള ഒരു രൂപീകരണ യോഗമുണ്ട്. ഒരു ഓർഗനൈസേഷൻ്റെ തരത്തിലേക്ക് ഈ സംഗതി കൊണ്ടുപോകാൻ എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇതിൽ പങ്കെടുക്കാൻ എല്ലാവരും ഈ അവസരത്തിൽ എൻ്റെ കോർഡിനേറ്റർ എന്ന്. വർഷങ്ങൾക്കു ശേഷം പല കാലയളവുകളിൽ പഠിപ്പിച്ച അധ്യാപകരും അനധ്യാപകരും കളമശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒത്തുചേർന്നതോടെ സന്തോഷം കൊണ്ട് പലരുടെയും കണ്ണു നിറഞ്ഞു. പ്രായാധിക്യം മൂലമുള്ള അവശത അനുഭവിക്കുന്നവരുൾപ്പെടെ തങ്ങളുടെ പ്രിയ സഹപ്രവർത്തകരെ കാണുവാൻ തങ്ങളുടെ ശാരീരിക അസ്വസ്ഥതകൾ പോലും അവഗണിച്ച് സ്കൂളിലെത്തുകയായിരുന്നു. അധ്യാപകരെ എല്ലാവരെയും പൊന്നാടിയണിയിച്ച് ആദരിച്ചു. വിഭവസമൃദ്ധമായ ഭക്ഷണവും കഴിച്ച് കുശലവും പറഞ്ഞ് ഏറെ നേരം ചിലവഴിച്ച് വീണ്ടും കൂടുതൽ പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു സംഗമം നടത്തണമെന്ന തീരുമാനമെടുത്താണ് എല്ലാവരും പിരിഞ്ഞത്. മുൻ പ്രധാനാധ്യാപകൻ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TA കുമാരൻ, ഹെഡ്മാസ്റ്റർ ബിജു PE, വിൻസി, മുരുകേശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.